നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ദുരന്ത വാർത്ത നമ്മളെ തേടിയെത്തി. അക്യുപഞ്ചർ പ്രചാരകയുടെ 1 വയസ്സുള്ള മകൻ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. ചികിത്സ നൽകിയിരുന്നില്ലെന്ന് ആരോപണം. പ്രസവവും അക്യുപഞ്ചർ പ്രകാരം വീട്ടിൽ വെച്ച് കുഞ്ഞിന് പ്രതിരോധ കുത്തിവെപ്പ് നൽകിയിരുന്നില്ലെന്നും പരാതി. സുഹൃത്തുക്കളെ, 1 വയസ്സുള്ള കുഞ്ഞ്. നമ്മൾ ഈ അക്യുപഞ്ചറിന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. ഒരു ചെങ്ങാതി അയാളെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിലും മറ്റും പോയി. അപ്പോഴാണ് കുട്ടി ജനിച്ചത് പഞ്ചായത്തിന് അറിയില്ല, ആയമാർക്ക് അറിയില്ല, പിന്നെ എങ്ങനെ ജനിക്കാത്തൊരു കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് നൽകുകയെന്ന് അവർ ചോദിച്ചോട് കൂടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ആളുകളെല്ലാം ഇതെന്താ സംഭവം എന്നൊക്കെ ഏകദേശം അന്വേഷിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് മനസ്സിലായത് ഈ പെൺകുട്ടി അത്യാവശ്യം വിവരമുണ്ട് 2 പേർക്കും. പക്ഷേ 2 പേരും അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട്. അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സയാണെന്നും ഈ അക്യുപഞ്ചർ ചികിത്സ നടത്തിയാൽ പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടെന്നും ഏത് അസുഖവും മാറാം, ഇവന് പ്രസവം പോലും അക്യുപഞ്ചറിന്റെ ഭാഗമായിട്ട് നടത്താം. എന്തിനേറെ അക്യുപഞ്ചർ നടത്തിയിട്ട അല്ലെങ്കിൽ അക്യുപഞ്ചർ പഠിച്ച അങ്ങനെ വീട്ടിൽ തന്നെ പ്രസവം നടത്തിയ ആളുകളെ ഏതൊരു പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് അവാർഡ് കൊടുക്കുന്ന പരിപാടി പോലും നമ്മുടെ മലപ്പുറത്ത് തിരൂരിൽ വെച്ച് നടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അക്യുപഞ്ചർ പ്രകാരം പ്രസവം വീട്ടിൽ വെച്ചാക്കിയ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടി നമ്മുടെ കേരളത്തില് നമ്മുടെ മലപ്പുറത്ത് തിരൂര് വെച്ചിട്ടാണ് ഉണ്ടായത്. അപമാനകരം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയായാലും ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ അക്യുപഞ്ചറിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ എന്തുകൊണ്ട് പ്രസവം വീട്ടിൽ വെച്ചാക്കി? ഇത് വളരെ നോർമലായിട്ടുള്ള സംഭവമാണ്. ചികിത്സയൊന്നും ആവശ്യമില്ല, ഡോക്ടേഴ്സിന്റെ ആവശ്യമില്ല, നഴ്സിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ എല്ലാ അക്യുപഞ്ചറിസ്റ്റും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ എന്തോ സൂചിയോ മറ്റോ കുത്തിവെച്ച് അതുപോലെ അവിടെ ഇവിടെ അമർത്തിയാൽ അസുഖം മാറുന്ന വിശ്വസിക്കുന്ന അബദ്ധ സയൻസാണ്, മഹാപൊട്ടത്തരമാണ്. ഒന്ന് കേൾക്കൂ. അതിന് ശാസ്ത്രീയമായ അടിത്തറയോ തെളിവുകളോ അതിന്റെ ഫിലോസഫി തന്നെ നമുക്ക് ഇന്ന് ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അക്യുപഞ്ചറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഒരുപക്ഷെ യൂട്യൂബ് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം വലുപ്പമുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ ലിങ്ക് മാത്രം എന്ന നിലയ്ക്കാണ് ഇത് കാണിച്ചത്. അക്യുപഞ്ചർ ഒരു ഫേക്ക് സംഭവമാണ്. അത് വെച്ചിട്ട് അസുഖം ഭേദമാക്കുക എന്ന് പറഞ്ഞ പരിപാടിക്കൊന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നാൽ അക്യുപഞ്ചർ പ്രകാരം ചികിത്സ നടത്തിയാൽ അല്ലെങ്കിൽ അക്യുപഞ്ചർ പഠിച്ചാൽ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് കുറെ അക്യുപഞ്ചറിസ്റ്റുകൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ ഡയലോഗുകൾ. നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ ചികിത്സ പോലും ഇല്ലാതെ ജീവിക്കാമല്ലോ. അതെ, അപ്പൊ അങ്ങനെ എല്ലാരും കണ്ടില്ലേ? നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ചികിത്സ പോലും ഇല്ലാതെ ജീവിക്കാലോ. എന്ത് അസുഖം വന്നാലും പിന്നെ ചികിത്സയ്ക്ക് പോണ്ടെന്നാണ്. നമുക്ക് ആ 1 വയസ്സായ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ആ തന്തയും തള്ളയ്ക്കും ഇങ്ങനത്തെ അന്ധവിശ്വാസം ഉണ്ടെന്നാണ് ആ ഒരു കുട്ടി എഴുതിയത് അല്ലേ? താൻ ജനിച്ച അല്ലെങ്കിൽ തന്നെ ജനിപ്പിച്ച ആ ഒരു അച്ഛനമ്മയ്ക്കും അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസ ചികിത്സയിൽ ഭയങ്കര വിശ്വാസമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നോർമൽ എടുക്കേണ്ട കുത്തിവെപ്പ് പോലും എടുത്തിട്ടില്ല. നോർമൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സ് വരെ തന്നെ അത്യാവശ്യം കുറെ കുത്തിവെപ്പുകൾ ഹോസ്പിറ്റലിൽ കിട്ടും. നല്ല വിലയുള്ള കുത്തിവെപ്പുകളാണ്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് വളരെ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലും ആ ഒരു കൊച്ചിന് എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അക്യുപഞ്ചറിസ്റ്റിന്റെ ഫുള്ള് ഡയലോഗ് കേൾക്കും. നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ ചികിത്സ പോലും ഇല്ലാതെ ജീവിക്കാമല്ലോ. അതെ, അപ്പൊ അങ്ങനെ എല്ലാരും പഠിക്കാൻ പ്രൊമോട്ട് ചെയ്യുമ്പോ പിന്നെ ഇതിന്റെ ഒരു സ്കോപ്പ് എന്തായിരിക്കും? സത്യത്തില് രോഗം സുഖപ്പെടുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് രോഗം സുഖപ്പെടുക എന്നൊരു കൗതുകമാണ്. അതെ, ഇപ്പം ഒരു പെൺകുട്ടി 4 മാസമായി മാസമുറയില്ല. സ്വാഭാവികമായി മാസമുറയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ബോഡി ഹീറ്റ് വല്ലാതെ കൂടുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് ഭാരം വെക്കുന്നു, കിതപ്പ്, നടക്കുമ്പോൾ പ്രയാസം. ഇതിനേക്കാളൊക്കെ വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാല് അമിതമായ ഇമോഷണൽ അഗ്രസീവ്സ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് നിയന്ത്രണം വിടുക, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വന്നിട്ട് നമ്മളെ ഈ ട്രീറ്റ്മെന്റിലൂടെ രോഗം സുഖപ്പെടുന്നു. അവർക്ക് ഭയങ്കര കൗതുകമാണ്. മനസ്സിലേ? ഇത് ഭയങ്കര കൗതുകമാണ്. ഈ ചികിത്സ എല്ലാവർക്കും ഭയങ്കര കൗതുക. മരുന്ന് കഴിക്കുന്നില്ല, കുറെ സൂചി അവിടെ ഇവിടെ കുത്തിവയ്ക്കുന്നു, ഉള്ള രക്തം പിടിച്ച് വലിച്ച് ദേഹത്ത് നിന്ന് വലിച്ചെടുക്കുന്നു, ഇങ്ങനെ കപ്പ് ചികിത്സ, അങ്ങനെ കുറെ ഫേക്ക് ചികിത്സകളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖവും ബോധമാവും എന്നൊക്കെ വിചാരിച്ചിരുന്ന
ആ ഒരു എന്താ പറയുക, ഒരുപക്ഷെ ആ ഒരു നെറുകെട്ട രക്ഷിതാക്കളാണ് ആ ഒരു പാവം കുഞ്ഞിന്റെ മരണത്തിന് കാരണം. സത്യം പറയാലോ, ആ രണ്ടെണ്ണത്തിനെതിരെ നരഹത്യക്ക് കേസെടുക്കണം. കാരണം അസുഖമുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തമാണ് ബാധിച്ചത്. ആ മഞ്ഞപ്പിത്തത്തിന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇപ്പോഴും നേരം പോലെ ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ ആള് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആരായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്നിട്ട് 1 വയസ്സുള്ള കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും അത് ചികിത്സിക്കാൻ കൂട്ടാക്കാതെ അക്യുപഞ്ചർ പ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ അവർ ആ കുഞ്ഞിന് ദേഹത്ത് വെച്ചിട്ട് ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള ഈ വന്നിരുന്ന് പറയുന്ന ആളുകളുടെ പോലുള്ള കുറെ എണ്ണമാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെയും കേസെടുക്കേണ്ടതാണ്. ഇത്തരം ആളുകൾക്കെതിരെയും ഇങ്ങനെ വ്യാജ ചികിത്സ പ്രചരിപ്പിക്കുന്ന ആൾക്കെതിരെ കേസെടുത്ത് അകത്തിട്ടാൽ മാത്രമാണ് ഇതിനൊരു അറ്റം വരുള്ളൂ. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ദുരന്തപൂർണമായിട്ടുള്ള മരണ വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. ബൈ.